വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഏറിപ്പോവുക എന്നുള്ളത് അവരുടെ കുറച്ച് ശീലമായിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അതിലെ ഒരു താരമാണ് നമ്മുടെ ടിനി ടോം. ടിനി ടോം ഇടയ്ക്കിടയ്ക്ക് ഏറിൽ ബഹിരാകാശത്ത് ഒക്കൊന്ന് പോയില്ലെങ്കിൽ ടിനി ടോമിന് ഉറക്കം വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ടിനി ടോം വീണ്ടും ഇന്ന് ഏറിപ്പോയിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മഹാനായ നിത്യഹരിത നായകൻ, മലയാളത്തിൽ തന്നെയല്ല ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നടനായ പ്രേം നസീറിനെ പറ്റി പറഞ്ഞാണ് ആശാൻ ഏറിപ്പോയത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിനതിൻ്റെ ക്ഷമ ചോദിക്കുന്നു. ആദ്യമേ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. ടോക്കിംഗ് പോയിൻ്റ് എന്ന ഇൻ്റർവ്യൂവിനകത്താണ് പുള്ളി ഈ കാര്യം പറയുന്നത്. ഈ മേക്കപ്പ് ഇട്ട് രാവിലെ ഇറങ്ങുന്നത് എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ തന്നെ നല്ല സുന്ദരനായ വ്യക്തിയായിരുന്നു. രാവിലെ മേക്കപ്പ് ഇട്ടങ്ങ് ഇറങ്ങുക, സിനിമയിൽ അഭിനയിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഒരു ചാൻസ് ആരെങ്കിലും, അതിനു വേണ്ടിയാണ്. എനിക്കറിയില്ല എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്നറിയില്ല. സിനിമയില്ലാത്തതുകൊണ്ട് ആകപ്പാടെ മേക്കപ്പ് ഇട്ട് രാവിലെ അങ്ങ് ഇറങ്ങി. എല്ലാ സിനിമക്കാരും അങ്ങനെയാണ്, മേക്കപ്പ് ഇട്ട് രാവിലെ അങ്ങ് ഇറങ്ങി. ഏതെങ്കിലും, അതും പ്രേം നസീറിനെ പോലുള്ള 500-ഓളം സിനിമകളിൽ, ലോക സിനിമയിൽ തന്നെ ഏറ്റവും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തി രാവിലെ മേക്കപ്പ് ഇട്ടങ്ങ് ഇറങ്ങുകയാണ്. എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ബാക്കിയും കൂടെ ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കണ്ട, നമ്മുടെ അടൂർ ബാസിയുടെയും ബഹദൂറിൻ്റെയും വീട്ടിൽ പോയിരിക്കും. ഇതെന്ത് അർത്ഥത്തിലാണ് പറയുന്നതെന്നറിയില്ല. അന്ന് 1 ലക്ഷം രൂപയൊക്കെ ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ്. 86-89 അദ്ദേഹം മരിക്കുന്നത്. 89 ജനുവരി 88 കാലത്തെ കാര്യം പറഞ്ഞത്. 1 ലക്ഷം രൂപ വരുമാനം മേടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി രാവിലെ ഇറങ്ങി മേക്കപ്പൊക്കെ ഇട്ട് അടൂർ ബാസിയുടെ വീട്ടിലും ബഹദൂറിൻ്റെ വീട്ടിലുമൊക്കെ പോയിരുന്ന് പൊട്ടിക്കരയുന്നു. അതുപോലെ തനിക്ക് റോളില്ലാത്തത് വിഷമിക്കുന്നു. എന്താണ് ടിനി ടോം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല. ഈ പ്രേം നസീറിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 84 അദ്ദേഹത്തിന് 18 ചിത്രങ്ങളുണ്ടായിരുന്നു. നമുക്കിപ്പം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. 85 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 14ഓളം ചിത്രങ്ങളുണ്ടായി. പിന്നെ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ പല തിരക്ക് കണ്ട് അദ്ദേഹത്തിന് സിനിമകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നത് 89 ജനുവരിയിലാണ്. അപ്പോൾ 88 കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. 88 ധ്വനി എന്ന് പറയുന്ന ചിത്രം ഉണ്ടായിരുന്നു. അത് മികച്ച ഒരു കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു, ധ്വനി എന്ന് പറഞ്ഞ ചിത്രം. 89-നും അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു ചിത്രം പുറത്തു വന്നു, 2 ചിത്രങ്ങൾ പുറത്തു വന്നു. 89-ൽ ലാൽ അമേരിക്കയിൽ എന്ന് പറയുന്ന മോഹൻലാലും ചേർന്ന് അഭിനയിച്ച ഒരു മികച്ച കഥാപാത്രം തന്നെയായിരുന്നു അതിനകത്തും. മോഹൻലാലിന് പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമായിരുന്നു അത്. അതുപോലെ 90-ൽ കടത്തനാടൻ അമ്പാടി. അപ്പം അദ്ദേഹം മരിച്ചപ്പോഴും വീണ്ടും 2 പടം റിലീസ് ചെയ്യാനുണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് സിനിമയില്ലായിരുന്നു, രാവിലെ മേക്കപ്പ് ഇട്ടുകൊണ്ട് പോയിരുന്ന് ബഹദൂറിൻ്റെ അടുത്തും അടൂർ ബാസിയുടെയും വീട്ടിൽ പോയിരുന്ന് പൊട്ടിക്കരയുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. സാമ്പത്തികമായിട്ട് മികച്ചു നിൽക്കുന്ന സമയം തന്നെയായിരുന്നു അത്. അദ്ദേഹത്തിന് പലരെയും സഹായിച്ച കാര്യങ്ങളൊക്കെ സിനിമാ മേഖലയിൽ പറയും. ഇപ്പോഴൊക്കെ അന്യം നിന്ന് പോയ കാര്യമാണ്. ആരും അങ്ങോട്ടൊന്നും ചിരിഞ്ഞു നോക്കാത്ത കാലഘട്ടത്തിലാണ് കിട്ടുന്ന കാശ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വിനിയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനായിരുന്നു പ്രേം നസീർ. ഈ പ്രേം നസീറിൻ്റെ സിനിമകൾ എനിക്ക് ആ കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ മനസ്സിലെ ഹീറോ എന്ന് പറയുന്നത് പ്രേം നസീറായിരുന്നു. സത്യനും അതുമൊക്കെ ഉണ്ടായിട്ട് ഹീറോ എന്ന് പ്രേം നസീറിനെയായിരുന്നു കുഞ്ഞിലെ. അതിനുശേഷമാണ് മോഹൻലാലിലേക്കും മമ്മൂട്ടിയിലേക്കും ഒക്കെ മാറുന്നത്. അപ്പം എല്ലാവരുടെയും ഹീറോ എനിക്ക് തോന്നുന്നു ജയനേക്കാളിലും എനിക്കിഷ്ടം പ്രേം നസീറിനായിരുന്നു. അത്രയ്ക്ക് നമ്മുടെ ചെറുപ്പത്തിലെ പ്രേം നസീറിനെ കണ്ടു വളർന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അദ്ദേഹം ഇങ്ങനെയൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത ശുദ്ധ പോഷ്കാണ്. നമുക്ക് ടിനി ടോം ഇതിന് മറുപടി പറയുന്നുണ്ട്, ക്ഷമ ചോദിച്ചുകൊണ്ട്. ഏതായാലും അതൊരു വിവാദമായി ക്ഷമ ചോദിച്ചുകൊണ്ട് മറുപടി വരുന്നുണ്ട്. നമുക്കത് കേൾക്കാം.
നമസ്കാരം, ഞാൻ ടി ടോം. ഞാൻ UK-യിലാണ്. വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ്. നസീർ സാർ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്താൻ ഞാനാരാണ്? ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ടൊരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫോർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. അത് തേടി കിടക്കുന്നു. അതാണ് ആരോ പറഞ്ഞ കാര്യങ്ങളാണ്. പ്രേമനസീറിനെ കണ്ടിട്ട് പോലും ഇല്ല ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി. എങ്ങനെ കാണാൻ? ആ വ്യക്തിയാണ് പ്രേമനസീറിനെ ആധികാരികമായി ഇൻ്റർവ്യൂവിനകത്ത് കയറി അങ്ങ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിവില്ലാതെ ഒരു കാരണവശാലും കയറി പറയരുത്. മറ്റുള്ളവർ പലതും പറയും, ഗോസിപ്പുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആൾക്കാർ പറഞ്ഞ് നമുക്ക് പല കഥകളും അറിയാം. അതെല്ലാം ആധികാരികമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കയറി പറയുമ്പം അത് ഒരു മിതത്വമായിട്ട് പറയണം. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അത് നല്ല വാക്കുകളായിട്ട് പറയുകയാണെങ്കിൽ അത് ഇച്ചിരി പണി മേടിക്കും അല്ലേ? അത് തന്നെയാണ് ടിനി ടോമിന് സംഭവിച്ചത്. ടിനി ടോം ബാക്കിയുള്ളത് എന്താ പറയുന്നതെന്ന് നോക്കാം. അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. നാട്ടുകാരെ കാണിക്കാനല്ല റീച്ചുമായിട്ട് ചെല്ലുന്നത്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡൻറ്റുമാരുണ്ട്, അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ആരാധന കൊണ്ട് തന്നെയാണ്. അപ്പം ഈ പറഞ്ഞ ആള് അപ്പനം കൈമലർത്തി എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. അപ്പം കഴിയുന്നത് എല്ലാവർക്കും ഒരു പാഠമാണ്. പ്രത്യേകിച്ച് പ്രമുഖ വ്യക്തികളെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിവുള്ള കാര്യങ്ങളെ പറ്റി പറയുക, അല്ലാതെ ഇൻ്റർവ്യൂവിനകത്ത് കയറിയിരുന്ന് ഏറിപ്പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയരുത്. പിന്നെ ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത, ഇടയ്ക്കിടയ്ക്ക് ഏറിപ്പോകുന്നതുകൊണ്ട് ടിനി ടോമിന് ഇതൊന്നൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. കാരണം ടിനി ടോമും വിചാരിച്ചില്ല. പക്ഷെ രാജേഷ് ഖന്നയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ രാജേഷ് ഖന്നയെ പറ്റി ഹിന്ദിയിലല്ലേ, അവിടുന്ന് ആരും വന്ന് ചോദിക്കത്തില്ലല്ലോ എന്നുള്ളൊരു സമാധാനം. പക്ഷേ ഇവിടെ ചോദ്യങ്ങൾ നിരവധി വന്നു, എങ്ങനെ ഇത് അറിഞ്ഞു എന്നുള്ളത്. ഏതായാലും ടിനി ടോം അതിനകത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ടിനി ടോമിന് അധികം സിനിമകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ്. ഇങ്ങനെങ്കിലും വൈറലാകാൻ അദ്ദേഹം ശ്രമിക്കുന്നത് തെറ്റു പറയാനില്ല. എങ്ങനെയാണല്ലോ മനുഷ്യൻ വൈറലാകുന്നത് അല്ലേ? സിനിമ ഇന്നും ഇല്ലാതിരിക്കുമ്പം ഏതെങ്കിലുമൊക്കെ വിവാദം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവരൊക്കെ ഇപ്പോഴും സിനിമയിലുണ്ട് എന്ന് നമുക്കെങ്കിലും പറയാമല്ലോ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ.